ഹായ്, ഞാൻ സരിത സി നായർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, മാനസ ബൈ സരിത കൗൺസിലിംഗ് സെൻറ്റർ, കോട്ടയം. കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ഉൾപ്പെടുന്ന പേരൻസ് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഒരു കുട്ടി ജനിക്കുമ്പോഴാണല്ലേ ഒരു അമ്മയും അച്ഛനും കൂടി ജനിക്കുന്നത്. ഒരു 10-20 അല്ലെങ്കിൽ 25 വയസ്സ് വരെയൊക്കെ നമ്മൾക്ക് അറിയാൻ മേലാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു പേരൻറ്റിങ്ങിൻ്റെ വേൾഡിലേക്ക് എത്തിപ്പെടുന്നത് ഒരു കുട്ടിയുടെ ജനനത്തോടു കൂടിയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സ്കൂളിലോ കോളേജിലോ ഒന്നും എങ്ങനെ ഒരു കുട്ടിയെ അപ്ബ്രിങ്ങിങ് ചെയ്തു കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയുള്ള അറിവുകളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ സിലബസിലൊന്നും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ പേരൻറ്റിങ് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് പേരൻസ് ആയിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. പേരൻറ്റിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഓരോ കുട്ടിയുടെയും പേരൻറ്റിങ് വ്യത്യസ്തമായിരിക്കണം. ഇപ്പോൾ ഒരു വീട്ടിൽ 2 അല്ലെങ്കിൽ 3 കുട്ടികളുണ്ടെങ്കിലും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ തന്നെയാണെങ്കിലും അവരോട് സ്വീകരിക്കേണ്ട രീതികൾ ചിലപ്പോൾ ഒന്നാവണമെന്നില്ല. ഒരേ സാഹചര്യത്തിൽ വളരുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് ചിലപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് പേരൻറ്റിങ് ആയിരിക്കും ചിലപ്പോൾ വേണ്ടി വരിക. അതറിഞ്ഞിരുന്നാൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പേരൻറ്റിങ്ങിനെ പറ്റി ഞാൻ കുറച്ചൊരു സീരിയസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും 4 രീതിയിലുള്ള പേരൻറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് വരുന്നത് പെർമിസീവ് പേരൻറ്റിങ്. അതായത് എല്ലാ കാര്യങ്ങളും, അത് ചൈൽഡ് ഡ്രിവൻ പേരൻറ്റിങ് എന്ന് നമുക്ക് പറയാം. എല്ലാ കാര്യങ്ങളും കുട്ടിക്ക് സാധിച്ചു കൊടുക്കുന്ന ഒരു പേരൻറ്റിങ് പൊതുവെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്നത് അതാണ്. കുട്ടി എന്താവശ്യപ്പെട്ടാലും പേരൻസ് അങ്ങ് അനുവദിച്ചു കൊടുക്കും. ഒരു റൂൾസ് ഇല്ല, ഒരു റൂൾസും അവിടെ വച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. എല്ലാ കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുന്ന ഒരു പേരൻറ്റിങ്, അതാണ് പെർമിസീവ് പേരൻറ്റിങ്. ചൈൽഡ് ഡ്രിവൻ, കുട്ടി പറയുന്ന രീതിയിൽ പോകുന്ന പേരൻസ്. അതൊരു ശരിയായ വസ്തുതയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ശരിയായ രീതിയിലുള്ള പേരൻറ്റിങ് അല്ല. കുട്ടികൾക്ക് ചില റെസ്പോൺസിബിലിറ്റീസും റൂൾസും വേണ്ടത് അത്യാവശ്യം തന്നെയാണ്. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അതോറിറ്റേറിയൻ പേരൻറ്റിങ്, അതായത് പേരൻറ്റ് ഡ്രിവൻ പേരൻറ്റിങ്. അവിടെ കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള റോളും ഇല്ല. പേരൻസ് ആണ് റൂളുകൾ സെറ്റ് ചെയ്യുന്നത്, റൂൾസും അതുപോലെ പണിഷ്മെൻറ്റും എല്ലാം സെറ്റ് ചെയ്യുന്നു. വൺ വേ കമ്മ്യൂണിക്കേഷനാണ് ഉണ്ടാവുക. കുട്ടികളുമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവുന്നില്ല. കുറച്ച് മുൻപ് കാലം വരെ, അല്ലെങ്കിൽ ഇപ്പോഴും അതുണ്ട്, അതായത് നമ്മളുടെയൊക്കെ ഒരു ജനറേഷനിൽ അതിന് മുമ്പുണ്ടായിരുന്നത് മെയിൻലി അതോറിറ്റേറിയൻ ടൈപ്പ് പാരൻറ്റിങ് ആയിരുന്നു. നമ്മൾ അങ്ങോട്ട് പറയും, നിങ്ങൾ അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നുള്ളൊരു രീതി. കുട്ടികൾക്ക് അവിടെ ഒരു റോളും വരുന്നില്ല. ഇപ്പോഴും പലയിടങ്ങളിലും അത് കണ്ടുവരുന്നുണ്ട്. അത് തികച്ചും അവോയ്ഡ് ചെയ്യേണ്ട ഒരു രീതിയാണ്. മൂന്നാമതായിട്ടുള്ളത് അവോയ്ഡൻ്റ് അല്ലെങ്കിൽ നെഗ്ലെക്റ്റ്ഫുൾ പേരൻറ്റിങ്. ഒരു തരത്തിലും കുട്ടിയെ പരിഗണിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ എന്തിനോ ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടി വളരുന്നു, അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയേ അല്ല എന്നുള്ള രീതിയിൽ കുട്ടിക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ അൺഇൻവോൾവ് ആയിട്ട്, അല്ലെങ്കിൽ പേരൻ്റ് തന്നെ ആബ്സെൻ്റ് ആണ് എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു നെഗ്ലെക്റ്റ്ഫുൾ പേരൻറ്റിങ്. അത് വളരെയധികം അപകടം ഉണ്ടാക്കും. കുട്ടികളിൽ ഈ കണ്ടക്ട് ഡിസോർഡർ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയറൊക്കെ ഉണ്ടാവാനുള്ള റീസൺ തന്നെ ഇതുപോലത്തെ നെഗ്ലെക്ച്വൽ പേരൻറ്റിങ് ആണ്. പിന്നെ നമുക്ക് പോസിറ്റീവായിട്ട് കണക്കാക്കാവുന്ന ഒരു രീതിയിലുള്ള പേരൻറ്റിങ് ആണ് നാലാമതായിട്ട് വരുന്നത്, അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്. ആദ്യം പറഞ്ഞത് അതോറിറ്റേറിയൻ ആണ്, ഇത് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്. അതൊരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ പോകുന്ന ഒരു പോസിറ്റീവ് കൈൻഡ് ഓഫ് പേരൻറ്റിങ് ആയിട്ട് നമുക്ക് പറയാം. ഇൻവോൾവ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒരുമിച്ച് സോൾവ് ചെയ്യുന്ന, കുട്ടിയോടൊപ്പം ചേർന്ന് കുട്ടിയുടെ കൂടെ ഒരു കമ്പാനിയനായിട്ട് ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് സോൾവ് ചെയ്യുന്ന, വൺ വേ അല്ല 2 വേ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള, കുട്ടിയുടെ അഭിപ്രായങ്ങൾക്കും ചോയ്സുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പേരൻറ്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുട്ടിക്ക് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, ഉറപ്പായിട്ടും റൂൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ കുറച്ച് റെസ്പോൺസിബിലിറ്റി വെച്ചിട്ടുണ്ട്, കുട്ടിയുടേതായ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെ കംപ്ലീറ്റ് അതോറിറ്റിയും കുട്ടി തന്നെയാണ്. പക്ഷേ പേരൻറ്റിൻ്റെ മോണിറ്ററിങ്ങോട് കൂടി, പേരൻറ്റുമായിട്ടുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷനോട് കൂടി പ്രശ്നങ്ങളുണ്ടായാൽ ഒരുമിച്ചൊന്ന് സോൾവ് ചെയ്യാവുന്നുള്ള ഒരു ഉറപ്പ്, ഒരു ബാക്ക് ബോൺ ആയിട്ട് പേരൻറ്റ് നിന്നുകൊണ്ടുള്ള പേരൻറ്റിംഗ് ആണ് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്. സോ കമ്പാരിറ്റീവ്ലി ഈ ഒരു പേരൻറ്റിംഗ് സ്റ്റൈലാണ് നന്നായിട്ട് അതായത് പ്രയോജനപ്രദമായിട്ടുള്ളത്. സോ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി പേരൻറ്റിംഗ് ടിപ്സുമായിട്ട് വീണ്ടും കാണാം.